യുദ്ധത്തിൽ ഇപ്പോൾ ഒരു വാറിൽ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് അറിയണം, നമ്മുടെ ഫോഴ്സും നമ്മുടെ വെപ്പണും എല്ലാം അതിൻ്റെ യൂസും അതിനെല്ലാം നമ്മൾ എക്സ്പീരിയൻസ്ഡും ആയിരിക്കണം. നമ്മുടെ വെപ്പൺസ് തന്നെ ഒരുപാടുണ്ട്, അതൊക്കെ നമുക്കറിയാം, അത് നമുക്കറിയാം ചെയ്യാം. പക്ഷേ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ശത്രുവിനെ കുറിച്ചും അറിയണം, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ അറിയണം. അതല്ല നമ്മൾ നമ്മുടെ ഒരു സൈഡ് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ വിജയിക്കത്തില്ല. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ശത്രുവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കണം. അതിനകത്ത് ചില കാര്യങ്ങളിൽ നിന്ന് ചില വാക്യങ്ങൾ നിങ്ങളെ ഒന്ന് വായിച്ച് അതിൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നത് 1 പീറ്റർ 5:8 1 പീറ്റർ 5:8, 1 പീറ്റർ 5:8. അത് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് നോക്കണം. ബി സോബർ, ബി വിജിലൻറ്റ്, because your adversary the devil as a roaring lion walked about seeking whom he may devour. There is an enemy working against you, working to destroy you, but you should understand his tactics. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് he is trying his level best, he is searching for that person whom he can devour. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? whom he can devour. അതിൻ്റെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നാ ഇങ്ങ് മലയാളത്തിലാണ് കിടക്കുന്നത്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന whom to devour എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? നിങ്ങൾ അർത്ഥം മനസ്സിലാക്കുന്നത് എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി. എന്താ? കീഴ്പ്പെടുത്തുക എന്നുള്ളതല്ല. അവൻ കീഴ്പ്പെടുത്തിയിട്ട് നമ്മളെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ അവൻ നമ്മളെ കൂടെ അവനിലേക്ക് വലിച്ചെടുത്ത് അവൻ്റെ ഭാഗമാക്കി മാറ്റാനും അവന് കിട്ടുന്ന അതേ രീതിയിലേക്ക് നമ്മളെ കൂടെ കൊടുക്കും. കാരണം അവൻ ഏതായാലും രക്ഷയില്ലെന്നറിയാം. സോ ഹീ ഈസ് ട്രൈങ് ഹിസ് ലെവൽ ബെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ഹൂം ഐ ക്യാൻ ടേക്ക് അവേ ഫ്രം ഗോഡ്സ് ഹാൻഡ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആരെ വലിച്ചു, അത് നിങ്ങളാകാം, ബിറ്റ്വീൻ ഇൻ അവർ ഫാമിലി. ബിക്കോസ് ഹീ ഈസ് എ വെരി വെരി ട്രിക്കി പേഴ്സൺ, വെരി കണ്ണിങ് പേഴ്സൺ. അതുകൊണ്ടാണ് വി ഷുഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ഹിസ് പ്രസൻസ്. നമ്മൾ അതിനെ കാണാതെ ദൈവത്തെയാണ് എപ്പോഴും കാണേണ്ടത്, ദൈവത്തെ കണ്ട ദൈവം പ്രൊട്ടക്ട് ചെയ്യും. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ബി ഈക്വലി അവെയർ ദാറ്റ് ദർ ഈസ് വൺ ഹു ഈസ് ഓൾവേസ് റോമിങ് അറൗണ്ട് ആൻഡ് ഹി ഈസ് ഓൾവേസ് trying to get an entry into your life and into your family life, into your spiritual life and into your personal life and all. അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് കണ്ണടച്ച് ഇരുട്ടിയാക്കി കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നും നടക്കത്തില്ല. So we should close all those entrances through which he can enter in your life. For that you should be vigilant. പറയല്ലോ, ഇപ്പം സിംഷോൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നല്ലോ. ഷിംഷോൻ നാസിർ വ്രതം ഒക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നല്ലോ. അദ്ദേഹം അവർ ദൈവത്തിൽ നിന്ന് നല്ലപാട് കിട്ടി ജനിച്ച ഒരു മനുഷ്യനുമാണ് അല്ലേ. അപ്പോൾ അവിടെ എത്തിട്ട് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, ഇവനെ ഞങ്ങൾ എങ്ങനെ വളർത്തണ്ടേന്ന് ദൈവദൂതനോട് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന ഒരു പയ്യനാണ്. ബട്ട് ലേറ്റർ വാട്ട് ഹാപ്പൻഡ്? ഹി വാസ് വെരി ഗുഡ്, മീൻസ് ഹി വാസ് ആക്ച്വലി എ ഹീറോ ഓഫ് ഫെയ്ത്ത്. ബട്ട് ദ തിങ്സ് ദാറ്റ് ആഫ്റ്റർ ദാറ്റ് they got an entry. That was through his appetite, because he doesn't have any control over his appetite. Appetite in the sense all it means physical or means all means irony ആയാലും കൊള്ളാം, ഏതിൻ്റെ ആയിരുന്നാലും കൊള്ളാം. If he cannot control, that is an entry point of devil inside into the life. If you are not able to control your senses, if you are not control your appetite, if you cannot control your physical desires, they are some weak areas through which he can enter and devastate your life. Life in the sense not the physical life, but your spiritual life. I understand. He is always trying to enter into our life. And so even here, children are there and very strong in faith. They are more intelligent than us. Then only he will drive. He will go. You know that even to Jesus also they will try to enter into and try to to stop. He advises to Jesus Christ. What Jesus Christ understood that it is his trick. He did not yield to his request. So that this is the way how Jesus has restricted him than controlling his life. It will come to you.
Because if anybody who is going with Christ, and if he is going for Christ, or if he is going to do the work of the Lord, or if he is going running good, definitely he will be there and waiting always for a chance to get into your life to destroy. നമ്മളിപ്പോൾ പറയുമ്പോൾ എന്നറിയാം, ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു കാഷ്വലായിട്ട് എടുക്കും, ഇങ്ങനെ എടുക്കും. അവരോടൊക്കെ ഇത് പറഞ്ഞിട്ടൊരു പ്രയോജനമൊന്നുമില്ല. പക്ഷേ ഞാനിതിപ്പോൾ ഇതൊക്കെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ്, ഐ നോ ദാറ്റ് ദിസ് തിങ് ഹി ഈസ് ഓൾവേസ് ഓൺ ദ പ്രോൾ ഓഫ് ദിസ് ഹൗസ് ഓൾസോ, ഓഫ് യുവർ ഓൾസോ. ദാറ്റ് ഇസ് വൈ വെയർ എവർ യു ഗോ വി ഓൾവേസ് പ്രേ ഫോർ യു. നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ച്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചേ പോകാവുള്ളൂ, പ്രാർത്ഥിച്ചേ പോകാവുള്ളൂ എന്ന് പറയുന്നത്. ഐ നോ, വി നോ that there is a person who is always around to destroy your all peace and your happiness and your life and all those. We know it. And you should always be vigilant. Only God, only if you, കർത്താവിൻ്റെ കൂടെ വേലി കെട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ വേലി നമുക്കുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അത് എവിടെ പോയിരുന്നാലും കൊള്ള, എന്ത് ചെയ്താലും കൊള്ള, ഒന്ന് ദൈവഹിതത്തിൽ നിങ്ങളെ വെളിച്ചടിക്കാൻ അവൻ നോക്കും. നിങ്ങളുടെ അപ്പറ്റൈറ്റിനെ ബാധിച്ച് നിങ്ങളെ ഒരിക്കലും ഒരു സെൽഫ് കൺട്രോളിൽ നിങ്ങളെ കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. എങ്ങനെയെങ്കിലും നിങ്ങളെ ഏതെങ്കിലും സോഴ്സിൽ കൂടെങ്കിലും ഇല്ലാതാക്കാനും നശിപ്പിക്കാനും ഇതിനെക്കാട്ടി കൂടുതൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനും അവർ ശ്രമിക്കും എന്നുള്ളത് 100%. അപ്പോൾ തന്നെ ഇപ്പം നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് ചില ക്വാളിഫിക്കേഷൻസും അതിന് ചില രീതികളൊക്കെ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. സെൽഫ് കൺട്രോൾ, നമുക്ക് മറ്റുള്ളവർ ഡീൽ ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ അതിലൊന്നും വിടാതെ നമ്മൾ ചുമ്മാ സാധാരണ രീതിയിലൊക്കെ അവൻ അത് മതിയല്ലോ, അതിൽ കൂടെ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ, നശിപ്പിക്കാൻ പറ്റും. So this is what I am saying, that you should be always open your eyes to all these things. ചിലപ്പോൾ നമുക്ക് ക്ഷീണങ്ങളും ഒക്കെ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ സമയത്താണെങ്കിൽ പോലും കഴിവതും നമ്മൾ ശ്രമിക്കണം നമ്മളിൽ നിന്നൊരു വീഴ്ച ഉണ്ടാകാതെ, തെറ്റുണ്ടാകാതെ, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം, സമാധാനം, നമ്മുടെ എല്ലാം നമ്മുടെ കയ്യിലാണ്. യു ഷുഡ് ബി വിജിൽ. ഓക്കെ, എവറി ടൈം പ്രാർത്ഥിച്ചും എവറി ടൈം നിങ്ങൾ പ്രാർത്ഥനയിൽ എല്ലാവരും വേലി കെട്ടി എല്ലാ സന്തോഷത്തെയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും അത് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇരിക്കുന്നത് എന്താ പറയുക, ബി സോബർ ആൻഡ് വിജിലൻറ്റ് ബിക്കോസ് യുവർ അഡ്വൈസറി ദ ഡെവിൾ ആസ് എ റോറിംഗ് ലയൺ വാക്ക്ഡ് അബൌട്ട് സീക്കിംഗ് ഹൂം ഹി ഡിബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നറിയാം മോളെ, അല്ലാതെ ലോകത്തിലുള്ള ഏത് മനുഷ്യനെ എന്നല്ല, അല്ല ദൈവകരങ്ങളിലുള്ളവരിൽ ആരെ തിന്നാവും, അല്ലാതെ വേറെ ആരെയും തിന്നാവുന്നുള്ള. അപ്പം നമ്മളൊക്കെ ആയിരിക്കും എങ്ങനെ ഇവനെ വീഴ്ത്താം. ഇപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഭയങ്കരമായിട്ട് ആ നാശം മുഴുവൻ സംഭവിക്കാൻ കാരണം. ബിക്കോസ് ഹൗവ അവരുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ ഒരു അവസരം കൊടുത്തു. അവരതെങ്ങനെ ആക്കി നിർത്തുമെന്നറിയാമല്ലോ. സോ ഇറ്റ് ഈസ് ദ തിങ് ദാറ്റ് യു ഷുഡ് നോട്ട് പെർമിറ്റ്, ഗിവ് എനി ചാൻസ് ദാറ്റ് ഹി വിൽ എൻ്റർ ഇൻ യുവർ ലൈഫ്. അവിടെ വായിക്കുന്നതെന്നറിയാമോ, Shaitan left Jesus for another opportune time. He did not left forever, but he left for another opportune time. ഈ ഓപ്പർച്യൂൺ ടൈമിൽ അവൻ വിജയിക്കാൻ പറ്റില്ല. He will wait for another opportune time. So it's like that, he will be waiting always for an opportune time in our life too. ഇതിനെ ഇഗ്നോർ ചെയ്ത് കഴിയും നമുക്ക് വിചാരിക്കുമോ ഇതിപ്പോൾ നമ്മളെ ആയിരിക്കും അറിയാമോ, ഇതൊന്നും നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്. ഞാൻ പറഞ്ഞാൽ നമ്മൾ സ്പിരിച്വൽ വാർ കണ്ടിട്ടില്ല. സ്പിരിച്വൽ വാർ നടക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കി, ഇതിനെ നമ്മൾ നിസ്സാരമായിട്ട് എടുക്കുന്നുള്ളൂ. ഇത് നമ്മൾ കാണുന്നില്ലല്ലോ, നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, മറ്റേ ഫിസിക്കൽ വാറിനെക്കാട്ടിൽ അതിഭയങ്കരമായത്. കർത്താവ് പറഞ്ഞ എന്താ പറയുക, ശരീരത്തെ കൊല്ലാൻ ശ്രമിക്കല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, അതൊന്നും ഉള്ള കാര്യമല്ല. പക്ഷെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നിങ്ങളെ എല്ലായിടത്തും നശിപ്പിക്കാൻ, നിങ്ങളെ നിത്യതയെ നശിപ്പിക്കാൻ പറ്റുന്ന ആ വാറിൻ്റെ അത്രയും ഭയങ്കരമല്ല മോളെ ഇതൊന്നും. ഇപ്പം തന്നെ നമ്മളിത് പറയുമ്പം ഇതിനൊന്നും വലിയ വിലയില്ലെന്ന് തോന്നിക്കാനായിട്ട് അവൻ നമ്മുടെ മനസ്സിൽ തോന്നിക്കും. ഇതൊന്നും നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ, നിങ്ങൾ കാണുന്ന കാര്യങ്ങളല്ലല്ലോ. നിങ്ങളുടെ ഉള്ളിൽ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് ഡെവിളാണെന്ന് മനസ്സിലാക്കിക്കോണം. അത് നിങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു ഇതാണെന്ന് മനസ്സിലാക്കണം. ഈ പറയുന്ന കാര്യങ്ങൾക്കോ ഇതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ഇന്ന് അഡ്വൈസ് കേൾക്കുന്നു. ഇതൊക്കെയാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സോ ദി എക്സിസ്റ്റൻസ് ഓഫ് ഡെവിൾ and its tactics, you should not close your eyes to that. You should be open and vigilant about that. You should be very careful in dealing with that. And ഈ പേഴ്സണിൻ്റെ അടുത്ത് ടെക്നിക്ക് ഒന്നും പറ്റത്തില്ലെന്ന് മനസ്സിലാവും.
ഞാനിതെനിക്ക് പറയണമെന്ന് പറയാൻ കാരണം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളിതിനെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ ചിലപ്പോൾ നമ്മളങ്ങ് പെട്ടുപോകും. മനസ്സിലായി? ആ പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കയറ്റണം. എന്നാൽ ഒന്നാമത് നമുക്ക് ദൈവത്തോടൊരു കംപ്ലൈൻറ്റോ മുറിവുറുപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ദൈവം ചെയ്ത കാര്യങ്ങൾക്ക് ഒന്നിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സ്വഭാവത്തിൽ കൂടെയും പ്രവൃത്തിയിൽ കൂടെയും ഒന്നും നമ്മുടെ റിലേഷൻസിനെ ഒന്നിനും ഒരു സ്പോയിലിംഗ് തട്ടാതെ നമ്മളെപ്പോഴും നല്ലൊരു എന്താ പറയുന്നത്, ഓൾവേസ് വി ഷുഡ് ബി വെരി വിജിൽ അബൌട്ട് അവർ ലൈഫ്, അവർ സ്പിരിച്വൽ, ഓൾ ഏരിയാസ് ഓഫ് അവർ ലൈഫ്. Are you able to understand what I am saying? And lastly, about that, okay, one more, Revelation 12:12. Revelation 12:12. ക്രോധത്തോടെ, സോറി, അവൻ അല്പസമയമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് അവൻ അങ്ങനല്ലേ. Revelation 12:12 എന്ന് വായിച്ചു മോളെ. Therefore rejoice, you heavens, and you rejoice, you heavens, and you who dwell in them. But woe to the earth and the sea, because the devil has gone down to you. The devil has gone down to you. He is filled with fury. He is filled with the fury. Because he knows that the time is short. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കാരണം ഇപ്പം ഉൽപ്പത്തി കാലം മുതൽ തന്നെ ആദ്യകാലം തൊട്ട് തന്നെ പിശാചിനെ ഭൂമിയിലോട്ട് തള്ളിയിട്ടു. പക്ഷെ അവൻ്റെ ശിക്ഷാവിധി ഇതുവരെയും അവനെ നരകത്തിലോട്ട് വിട്ടിട്ടില്ല. എന്നാലും ഇപ്പോൾ അവനെ തൽക്കാലം ഭൂമിയിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇനി ഇവനെ നിത്യനരകത്തിലേക്ക് തള്ളിയിടുമ്പോൾ അവൻ്റെ പരിപാടി തീരുക. അപ്പോൾ അതുകൊണ്ട് അവനറിയാം ഇനി അധികം സമയമില്ലെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് സമയം അടുക്കും തോറും എന്ന് പറഞ്ഞാൽ ആ സമയം തന്നെ യേശുക്രിസ്തുവിൻ്റെ വരവാണ്. യേശുക്രിസ്തുവിൻ്റെ വരവോടായി അതേ നരകമെല്ലാം സ്വർഗവും നരകവും ഒക്കെ ഓപ്പൺ ആകാൻ പോകുന്നത്. ആ നരകം ഓപ്പൺ ആകുമ്പോഴത്തേക്കും പിന്നെ അതില്ല. അപ്പോൾ ആ ഒരു ന്യായവിധിയെ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഭൂമിയിലായിരിക്കും അവന് വലിയ ഇതൊന്നുമില്ല, സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടുന്നതല്ലേ ഉള്ളൂ. ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേ? അവനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടുന്നതല്ലേ ഉള്ളൂ. പക്ഷെ അവന് ഭൂമിയിലുണ്ട്, അവന് പ്രവർത്തിക്കാൻ ഏരിയയുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടുന്നൊക്കെയുണ്ട്, അവൻ്റെ ഇഷ്ടം പോലെ അവൻ്റെ വാശി തീർക്കാനൊക്കെയുള്ള കാര്യമുണ്ട്. പക്ഷേ അവന് ഓരോ സമയം ചെല്ലുന്തോറും അറിയാൻ പറ്റും യേശുക്രിസ്തുവിൻ്റെ വരവ് ഉടനെ ഉണ്ട്. അപ്പോൾ അവൻ്റെ ഇമ്മിനൻ്റ് എൻഡ് ആകാൻ പോകും. എൻഡെന്ന് പറഞ്ഞാൽ അവൻ നിത്യനരകത്തിലേക്ക് തള്ളിയിടാൻ പോകുന്ന ആ ഒരു സ്റ്റാറ്റസ് വരാൻ പോകുന്നു എന്ന് അവനറിയാം. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ സമയമില്ല. അപ്പോൾ അവനങ്ങ് ദേഷ്യം, അവന് ഭയങ്കര ഫ്യൂറിയായിട്ടാണ്. അതുകൊണ്ട് അവൻ കാരണം നമ്മൾക്ക് പേരിലുള്ള ദൈവമോട് പറഞ്ഞാൽ നിങ്ങളുടെ പേരിലുള്ള എല്ലാ കേസും അവിടെ ജയിച്ചിരിക്കുക കർത്താവ്. ഇനിയിപ്പോൾ കർത്താവിൻ്റെ വരവ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൻ ഈ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണം. നമ്മൾ വെൻ യു സീ ദാറ്റ് എൻഡ് ഈസ് കമ്മിങ്, യു ഷുഡ് ബി മോർ കെയർഫുൾ ദാറ്റ് യു ആർ ഹി വിൽ ട്രൈ ഹിസ് ലെവൽ ബെസ്റ്റ് than with the earlier fury. He will with all energy, he will try that how many I can devote, he will do that. So be careful in the end days, so that no wrong things we should do and wrong things we should commit, and always give a check on your nature, behavior and appetite and all such things. ഇതൊരു പേടിപ്പിക്കാനുള്ളതല്ല. ബട്ട് നമ്മളതിനെ കണ്ണടച്ചിരുന്നിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് ബൈബിൾ തരുന്ന വാണിങ്ങാണ്. സോ അപ്പോൾ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ? സോ വി ഷുഡ് ബി വെരി കെയർഫുൾ. അത് പറഞ്ഞാൽ നമ്മളൊരു കർത്താവിനൂടെ പോയി കാര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന് എഗൻസ്റ്റായിട്ടിരിക്കുന്ന ഒരു വലിയ സൈന്യം ഉണ്ടെന്ന് അങ്ങനെ ഒരു സൈന്യം അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര ഈസി ആയിരുന്നു അറിയതല്ല. കർത്താവ് തൻ്റെ സൈന്യം, കർത്താവ് നമ്മൾ വരുമ്പോൾ കർത്താവ് സഭയെ ചേർക്കാൻ വരുന്നുണ്ടേ അറിയാമല്ലേ. കർത്താവ് തൻ്റെ പ്രധാന ദൂതനോടും കൂടെ അവൻ്റെ സൈന്യത്തോടും കൂടെ അല്ലേ വരുന്നത്. അതെന്തുകൊണ്ടാണ്? കർത്താവ് മേഘങ്ങൾ നമ്മളെ എടുക്കാൻ വരുമ്പം എങ്ങനെ പറയുന്നത്? പ്രധാന ദൂതൻ എന്ന് പറഞ്ഞാൽ മീഖേലും ഉണ്ട്, ഗബ്രിയേലും ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്കറിയാം ദൈവത്തിന് 3 ആർക്കേഞ്ചൽസാണ് ഉള്ളത്. ഗബ്രിയേല്, മീഖേല്, ഏറ്റവും പ്രധാനമായ ലൂസിഫർ പോയി. ഇനിയിപ്പോൾ മിഖേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് എന്തെങ്കിലും ദൂത സന്ദേശങ്ങളൊക്കെ അയക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഹി യൂസ് ടു സെറ്റ് ദാറ്റ് പേഴ്സൺ ഹീസ് വൺ ദേ ആർ ദ ആർക്കേഞ്ചൽസ്. അതിനകത്ത് രണ്ടാമത്തെ ആർക്കേഞ്ചൽസ് മിഖേൽ എന്ന് പറഞ്ഞാൽ എല്ലാ വാർസ് കാര്യങ്ങൾ യുദ്ധകാര്യങ്ങൾ അത് ഏറ്റവും ശക്തമായിട്ടുള്ള അതെല്ലാം ചെയ്യുന്നത് മിഖേലാണ്. അപ്പോൾ കർത്താവ് തൻ്റെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോട് വരുന്നത്, തൻ്റെ സൈന്യത്തോട് പറഞ്ഞാൽ മിഖേലും ടീമുമാണ് വരുന്നത് കർത്താവിന്. അതെന്നെ കാര്യം എന്നറിയാമോ? സഭയെ ഇവിടുന്ന് ചേർക്കുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. കാരണം ഇതുവരെയും പിശാചി അതിനെ എതിർക്കാൻ ഇനി അവൻ ഭയങ്കര വയലൻ്റായിട്ട് സഭയെ എടുക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷേ മീഖേലുണ്ട്, പേടിക്കേണ്ട കാര്യമില്ല. അപ്പം അത്ര ഭയങ്കരമായിട്ടൊരു വാർ സോണിലാണ് നമ്മൾ. ഇത് ഈസിയായിട്ടല്ല നമ്മൾ അവിടെ എത്തിച്ചേരുന്നത്.
നമുക്കിവിടെ വെച്ച് ഒന്നും മനസ്സിലാക്കാൻ നമ്മളെ അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊന്നും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ പുറമേ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്താൽ ബ്ലഡി വാറിന് റെഡ് ആ വാറിനെക്കാട്ടി ഭയങ്കരമായിട്ടുള്ള വാറില്ല, അതിൽ കൂടാണ് ദൈവം നമ്മളെ രക്ഷിച്ചു കൊണ്ടുവരുന്നത്. മനസ്സിലായി? അത് പക്ഷേ ഇതിപ്പോഴങ്ങനെ മനസ്സിലാകത്തില്ല. പക്ഷേ ഇനി എന്നിട്ട് നമ്മൾ ഇവിടെ പോയിന്ന് മോളിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ 7 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമല്ലോ. അന്നേരം പിന്നെ ഒരു അർമ്മഗദൻ വാറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് നമ്മളും കാണും ദൈവത്തിൻ്റെ കൂടെ. അന്നേരം നമുക്ക് മനസ്സിലാകും എന്താണ് ഈ വാറെന്നൊക്കെ അന്നേരം മനസ്സിലാകുന്നത്. അന്നേരം ഭയങ്കര വാറായിരിക്കും. കാരണം നമുക്ക് ഈ ദുഷ്ടന്മാരെ ഇതെല്ലാം കർത്താവ് തൻ്റെ വായിലെ നാക്ക് കൊണ്ട് കളയുന്നൊരു സമയമുണ്ട്. അന്ന് കർത്താവിൻ്റെ കൂടെ നമ്മളും കാണും. സോ വി ആർ ഗോയിങ് ടു സീ ദ സ്പിരിച്വൽ ഫൈറ്റ് ഓൺ അവർ ഓൺ. See, at present he is keeping us away because നിങ്ങൾ യുദ്ധം കണ്ടിട്ടില്ലല്ലോ. യുദ്ധം കണ്ട് ഭയപ്പെടുക. കാരണം ഈ ലോകത്തിലെ യുദ്ധം കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ആത്മീയ യുദ്ധം കണ്ടാൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല, കഴിച്ചിക്കാൻ പറ്റില്ല. ഈ ആത്മീയ ജീവികളെ ഒന്നും കണ്ടാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, അതിനുള്ള ശക്തി നമുക്കില്ല. അതുകൊണ്ട് ഹീ ഈസ് കീപ്പിംഗ് us away from all those things. ഓക്കെ, പക്ഷേ നമുക്ക് അതിനുള്ള ശക്തി, നമുക്ക് പുതിയ ശരീരമൊക്കെ കിട്ടിക്കഴിഞ്ഞ് കർത്താവിൻ്റെ കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള പവറൊക്കെ കിട്ടും. പിന്നെ നമ്മൾ കർത്താവിൻ്റെ വരും. അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ കൂടെയുള്ള യുദ്ധമൊക്കെ അന്ന് നമുക്ക് ഭയമൊന്നും തോന്നത്തൊന്നുമില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം യുദ്ധം ഇല്ലെന്നല്ല, യുദ്ധം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതാണ് നമ്മളാണ് അതിൻ്റെ ഓബ്ജക്റ്റ്. നമ്മളെ മീൻസ് രണ്ടുപേരുടെ ഓബ്ജക്റ്റ്, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഓബ്ജക്റ്റ് നമ്മളാ, പിശാചിൻ്റെ ഓബ്ജക്റ്റ് നമ്മൾ. ഈ നമ്മളെന്ന് പറയുന്ന ഓബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ യുദ്ധം നടക്കുന്നത്, ഇപ്പോഴത്തെ ഈ വടംവലി നടക്കുന്നത്. പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ, അപ്പോൾ നമ്മൾ എങ്ങനെ കൂടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. സോ ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. ഓൺലി തിങ് ഈസ് എപ്പോഴും കർത്താവിൻ്റെ കൂടെ നിൽക്കുകയും ഒരിക്കലും നമ്മളൊരു ലൂപ്പ് ഹോൾ ഇട്ട് കൊടുക്കാതെ, നമ്മളിൽ നിന്നൊരു ലൂപ്പ് ഹോൾ വരാതെ, അവനൊരു പിടിവള്ളി കൊടുക്കാതെ. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ. കേട്ടോ പോലെ? ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് ഇനഫ് ടു ടേക്ക്.